എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നല്ല എളുപ്പത്തിലൊരു ക്യാരറ്റ് ഡേറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ക്യാരറ്റ് കേക്ക്. ഇത് ഉണ്ടാക്കാനേ എളുപ്പമാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. ആദ്യം പഞ്ചസാര ഒന്ന് കരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാര ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ കിടന്ന് ഇത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആകട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് 1/2 കപ്പോളം വരുന്ന ഡേറ്റ്സ് കുരു കളഞ്ഞതാണിത്. അതെടുത്ത് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കാം. ഇപ്പോൾ പഞ്ചസാര ക്യാരമലായിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ക്യാരമലാകുന്ന ആ സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് എല്ലാം ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുക്കുക. പട്ട പൊടിക്കൊന്നും വേണ്ട, അതേപടി തന്നെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നമുക്കത് മാറ്റി കളയാനുള്ളതാണ്. അപ്പോൾ അതേപടി തന്നെ ഒന്ന് ഇട്ട് തിളപ്പിച്ചെടുക്കുക. ക്യാരമൽ നല്ല പോലെ കരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ നല്ല പോലെ കരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ആ തിളച്ചിരിക്കുന്ന ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഓഫ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. കുറച്ച് ഇത് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി 1/2 കപ്പ് നിറയെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കോട്ട് ചെയ്യാനായിട്ട് കുറച്ച് മൈദ തൂക്കിക്കൊടുക്കാം. അതൊന്ന് കോട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ ക്യാരമൽ ചെയ്ത് ഡേറ്റ്സ് ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്ന അത് നല്ലപോലെ ആറിയിട്ടുണ്ട്. ഇത് കൊണ്ടില്ലേ, നല്ലപോലെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് പട്ട മാറ്റി കൊടുക്കാം. ഇനി ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് പതപ്പിച്ചെടുക്കാം. ഇപ്പോൾ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ല ഫ്ലഫി ആവുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓവർ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്കിനി 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ബീറ്റർ വെച്ച്. അതിനുശേഷം നമുക്ക് സ്പാച്ചുല ഉപയോഗിച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡേറ്റ്സിൻ്റെ മിശ്രിതവും ക്യാരറ്റ് ഡേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ആയിട്ട് എല്ലാം ഇട്ടൊന്ന് പതിയെ ഇളക്കി കൊടുക്കാവുള്ളൂ. ഒരുപാട് അങ്ങ് കുത്തിയിട്ട് ഇളക്കാൻ പാടില്ല. ഇപ്പോൾ എല്ലാം നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി 6 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് മോൾഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് ഓയിലൊക്കെ ഒന്ന് ഒഴിച്ച് ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല, പകരം ഞാൻ പൊടിയാണ് തൂക്കി കൊടുത്തിരിക്കുന്നത്. ബട്ടർ പേപ്പർ വെച്ചാലും മതി. ഇനി അതിലേക്ക് മുഴുവനൊന്ന് ഒഴിച്ചു കൊടുത്ത് ടാപ്പും കൂടെ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ഓവൻ സെറ്റപ്പിലേക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആയിട്ടുള്ള ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു 40-45 മിനിറ്റിനുള്ളിൽ കേക്ക് ബേക്കാവും. ഇപ്പോൾ 45 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കി. കുത്തി നോക്കിയപ്പോഴത്തേക്കും വെന്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നല്ലപോലെ തണുത്തിട്ടുണ്ട്.
ഞാനിപ്പോൾ തന്നെ കട്ട് ചെയ്യണം. ശരിക്കും ഒരു ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ തന്നെ അങ്ങ് കട്ട് ചെയ്തു. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, നല്ല രുചിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.